ഇപ്പോൾ കിട്ടിയ വാർത്ത, യുവജനോത്സവ വേദിയിൽ വിളമ്പിയ ആഹാരത്തിൽ വൻ ക്രമക്കേട് സംഭവിച്ചതിനെ തുടർന്ന് പല മത്സരാർത്ഥികളും വേദികളിലേക്ക് ഓടുന്നതിന് പകരം ബാത്റൂമിലേക്ക് ഓടുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നിർത്ത്. ഇതൊരു പാചകപ്പുരയാണ്, കുശിനിയാണ്. ഞാനൊരു 10,000 ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കിടന്ന് ഓട്ടംതുള്ളിൽ കളിക്കില്ലേ? ഓട്ടംതുള്ളിൽ 14ാമത്തെ വേദിയിലാണ്. അങ്ങോട്ടില്ലേ. എടോ, തന്റെയൊക്കെ ബിരിയാണി കാരണം എന്റെ വയറ്റിൽ കിടന്ന തുള്ളുന്നേ. 62ാമത് സംസ്ഥാന കലോത്സവ വേദിയിൽ ഓട്ടംതുള്ളൽ കളിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാണെങ്കിൽ കഥകളി കളിക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഊഹിക്കാൻ. അവരിതൊക്കെ അഴിച്ച് കൊട്ടയിൽ അഴിച്ചു വരുമ്പോ സമയം എന്തായാലും ആകും. നിങ്ങൾ എന്താ കാണിക്കണേ? 10-62 കൊല്ലമായിട്ട് നടത്തുന്ന കലോത്സവമല്ലേ, ഇന്നേ വരെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അറിയാവോ? നിങ്ങളുടെ കുട്ടികളുടെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പീൽ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവിടെയല്ല, അവിടെ കൊണ്ട് കൊടുക്കും. അപ്പീൽ കൊടുക്കാൻ വേണ്ടി പോണതല്ല, പിന്നെ നിന്റെ ഒക്കെ ഫുഡ് കഴിച്ചിട്ട് അപ്പീലാൻ വേണ്ടി നടക്കുവോ? ഒന്നാം ദിവസം ഇതാണെങ്കിൽ ബാക്കിയുള്ള 4 ദിവസം എന്താണെന്ന് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. എല്ലായിടത്തും കൂട്ടി തേണ്ട ഇവിടുത്തെ പാചകം പൊളിഞ്ഞ് ഇനിയിപ്പോ എന്താ ചെയ്യും? എല്ലാ പ്രാവശ്യവും ചെയ്യണ പോലെ അങ്ങ് വെട്ടി മൂടാ.